ാനുള്ള വീടാക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക എന്നുള്ള ആ ഒരു കടമ ഒരിക്കലും ഒരു പെണ്ണിന്റെ ബാധ്യത അല്ല. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, വേണമെങ്കിൽ എഴുതി വെച്ചോ. എന്താ അണ്ടർലൈൻ ചെയ്യേണ്ട, എന്താ എഴുതേണ്ട, എന്താ വീട് സ്ഥലം വാങ്ങേണ്ടത് സ്ത്രീയുടെ കടമയല്ല, അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞു. എന്നിട്ട് ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം അല്ലേ? ഇത് ഇപ്പോ കുറെ നാളുകൾ കൊണ്ട് ഈ ഫെമിനിസം ചിന്താഗതി ഉള്ളവരെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്നത്. നിങ്ങളിപ്പോ ഈ കണ്ടത് സിലു ടോക്സിനെയാണ്. സിലു ടോക്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ സിലു ടോക്സിന്റെ ഹസ്ബൻഡ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കാണാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടനെ ജസ്റ്റ് ഒരു ക്ലിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ ചെയ്തിട്ട് ഹൈപ്പ് ഒക്കെ കൊടുത്തിരിക്കട്ടോ. കൂടുതൽ ആഡ് അടിച്ച് വളർന്നത് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലു ടോക്സ് കുറച്ച് നാളുകൾ കൊണ്ട് അവരിങ്ങനെ പറയാ, ഞാൻ ഭർത്താവായിട്ട് പ്രശ്നമാട്ടോ, ഭാര്യ സ്ത്രീകളൊക്കെ ഭയങ്കര മഹത്തരമാണ്, ഭർത്താക്കന്മാരെല്ലാം ചെറ്റകളാണ്, ഡൈവേഴ്സ് ആയ സ്ത്രീകൾ, ഇങ്ങനെ കുറെ ടോപ്പിക്കുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അപ്പൊ ആളുകളെല്ലാരും ഇവരെ എന്താ വ്യക്തി ഭർത്താവായിട്ട് ഡൈവേഴ്സ് ആയെന്ന് ചോദിച്ചപ്പോഴത്തേനും കമന്റ് ഇട്ടവരെ പുച്ഛം, നീയൊക്കെ എന്തിനാണ് എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് കയറുന്നത്, ഡൈവേഴ്സ് ആയി എന്താണ് ഇനിയിപ്പോ പൂർവാസംഗം വന്ന് എന്റെ തലക്കടിച്ച് പൊട്ടിക്കും, അപ്പൊ നിനക്ക് അങ്ങനത്തെ ഒരു സാധനമാണ്. അതായത് നാട്ടുകാർക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ കുറെ സാധനം ഇട്ടുകൊടുത്തു. നാട്ടുകാരത് മനസ്സിലാക്കിയപ്പോ നീയൊക്കെ ആരുടെ മനസ്സിലാക്കാൻ, എനിക്ക് മാത്രമാണ് ബുദ്ധി പാടുള്ളൂ, ഈ ഒരു സെറ്റപ്പിലാണ് ആളുടെ സംസാരം. നമുക്ക് ആദ്യം സിലു ടോക്സിന്റെ ഭർത്താവ് രംഗത്തേക്ക് വന്നു. ഈ സിലു ടോക്സ് ഭർത്താവിനെ അവതരിപ്പിച്ചേക്കുന്ന മ്ലേച്ഛം വളരെ മ്ലേച്ഛമായിട്ടാണ്. ആ മ്ലേച്ഛത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഇവരുടെ ഭർത്താവ് വന്നിട്ട് അവരെന്തോ ഈ ഊഞ്ഞാല് ഊഞ്ഞാല് വിൽക്കുന്ന പരിപാടി ആയിട്ടാണെന്ന് നമുക്ക് ആദ്യം ഊഞ്ഞാല് കാണാം. ഇതൊക്കെയാണ് ഊഞ്ഞാല് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അറിയിക്കുക. കാരണം 40 പൈസയുള്ളൂ, ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പെട്ടെന്ന് കാലിയാക്കുന്നത്. 2-3 ആൾക്കാർ വന്ന് നോക്കി നോക്കാനുള്ള സൗകര്യമൊക്കെ കൊണ്ടാണ്, സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിൽ ഫുള്ളായിട്ട് ഫില്ലാക്കിയുള്ളത്. അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നല്ല കാര്യം എന്റെ ചേട്ടാ, വളരെ നല്ല കാര്യം. ഓടി രക്ഷപ്പെട്ടു, അതേ എനിക്ക് പറയാനുള്ളൂ. ചേട്ടൻ ഓടി രക്ഷപ്പെട്ടു. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞുണ്ടല്ലോ ചേട്ടൻ തീർന്നു. ചേട്ടൻ ബാക്കി പറ. മാസങ്ങളുണ്ടാവും. അപ്പോൾ അതുവരെ ഒരു കടകാലിയാക്കാൻ വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ നല്ല ഓഫർ ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആള്. ഒരു വീഡിയോ കൊണ്ട് 14K ഫോളോവേഴ്സും 2.7 ലക്ഷം വ്യൂസും ആണ് ഈ ചേട്ടൻ വീഡിയോ കിട്ടിയത്. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കോണം ഈ ഗഫൂർക്കയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാനായിട്ട് ജനങ്ങൾ കണ്ണിൽ എണ്ണ വീഴ്ച കാത്തിരിക്കുകയാണ്. കാരണം സിലുവിന്റെ ഒരു വേർഷൻ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. സിലുവിന്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെല്ലാം ചെറ്റകളാണ്, ഭർത്താക്കന്മാരെല്ലാം സ്വർണ്ണം എടുത്ത് വയ്ക്കുന്നു, പൂർണ്ണങ്ങളാണ് അവന്മാര്, ഭർത്താക്കന്മാര് അവന്മാര് ആ ഒരു സാധനമാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുള്ളിക്കാരിയുടെ മനസ്സിന്റെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. കാരണം ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ദുരനുഭവം കിട്ടിയ പാർട്ട്ണറിന് കാണുന്ന എല്ലാവരും അങ്ങനെ തോന്നത്തുള്ളൂ. അതിന് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് ഈ സിലു ടോക്സ് കുറെ ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് സിലുവിന്റെ ന്യായീകരണങ്ങൾ കേട്ടിട്ട്, സിലു ടോക്സിന്റെ ന്യായീകരണങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരിച്ച് ഗഫൂർക്കയിലേക്ക് വരാം കേട്ടോ. ഗഫൂർക്ക ടോക്സ് സിലുവിന്റെ ആദ്യം ഒരു കഴുതന്നെ വാങ്ങാം. അതാണ് ആദ്യത്തെ കഥ നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോ കഴുതന്നെ വാങ്ങാം, നമുക്ക് കേൾക്കാം. നിങ്ങൾ കേട്ടോ. ഒരു കൃഷിക്കാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും അവർ ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ധാന്യങ്ങളൊക്കെ അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും വേണ്ടിയിട്ട് ഒരു വാഹനം വേണം. അങ്ങനെ ഇരിക്കെ ഭാര്യ തീരുമാനിച്ചു, ഓക്കെ നമുക്കൊരു കഴുതനെ വാങ്ങാം. അപ്പോൾ ഈ കഴുതനെ നമുക്ക് യാത്ര ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു കഴുതനെ വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോയി. അങ്ങനെ കഴുതനെ വാങ്ങിയിട്ട് ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരു ആൾ അല്ലെങ്കിൽ ഒരു പെണ്ണ് വഴിയിൽ നിന്നുകൊണ്ട് ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപരിചിതൻ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല അവർക്ക് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഷോക്കായി, എന്തിനാണ് ഇവരിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കഴുതനെ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണ് അതിനെയും നടത്തി നിങ്ങളും നടന്നുകൊണ്ട് പോകുന്നത്? നിങ്ങൾക്ക് വേണം. പൊന്നനി ഈ കഥ വളരെ വലിച്ചു നീട്ടി പറയണേ. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞുതരാം. 2 കൃഷിക്കാര് ഒരു കഴുതയെ വാങ്ങി. ഈ കഴുതയും കൊണ്ട് ഇവര് തിരിച്ചു വരുന്ന വഴിക്ക് 3 പേര് നടന്നു വന്നു, ഭാര്യയും ഭർത്താവും കഴുതി. അപ്പൊ കാണുന്നവര് പറഞ്ഞു, കഴുതയെ മേടിച്ചിട്ട് നടത്തിക്കൊണ്ടിരുന്നു, കഴുതയുടെ മേൽ കയറിയിടാ എന്ന് പറഞ്ഞു. അങ്ങനെ കഴുതയുടെ മേളില് ഭർത്താവ് കയറി വന്നപ്പോഴത്തേനും ആൾക്കാർ വീണ്ടും തിരിച്ചടിച്ചു. അപ്പൊ ഭാര്യ ദുർബലയായ ഭാര്യ നിൽക്കുമ്പോൾ ഭർത്താവ് തന്നെ കഴുതപ്പുറത്തിരിക്കുന്നു പൊട്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഭർത്താവ് ഇറങ്ങിയിട്ട് ഭാര്യനെ കഴുതപ്പുറത്തേറ്റ്.
അത് കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേന് അടുത്തൊരാൾ വന്നിട്ട് ഇതേണ്ട ആ പെണ്ണ് സൂചിച്ചോട്ടിരിക്കുന്നു, ഭർത്താവിനെ നടത്തിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും ഈ കഴുതനെ എടുത്ത് തോളപ്പിച്ചുള്ളൂ. ഈ കഥ നമ്മൾ കുറെ കാലം കൊണ്ട് കേൾക്കുന്ന ഈ കഥയാണ് ഇങ്ങനെ വലിച്ച നീട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊന്നും എന്റെ ലൈഫിൽ എന്തരാണ് നടന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് വന്നിരുന്ന് ന്യായീകരണം മൊഴിയാൻ ഇരിക്കരുത് എന്നാണ് പുള്ളിക്കാരി അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന അർത്ഥം. അപ്പൊ നമ്മള് കഴുതന്നെ മേടിച്ചത് നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും നാട്ടുകാരെല്ലാം, ഞങ്ങൾ മൂന്നും നടന്നു പോകുമ്പോഴത്തേനും, അത് ഞങ്ങൾ മൂന്നുപേരും നടന്നു പോകുന്നതായിട്ട് തന്നെ നിങ്ങൾ കാണണം എന്ന് എല്ലാവരും കാണണം, നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റത്തില്ല. ഈ കഴുതയെ പോലല്ല സോഷ്യൽ മീഡിയ. എല്ലാരും വന്നിട്ട് ഇപ്പൊ ഒരാളൊരു കഴുതയെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും കാണും. പക്ഷെ നമ്മളൊരു സാധനം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താലേ സോഷ്യൽ മീഡിയയിൽ അത് കാണും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്റെ ഭർത്താവ് വെറും മത്തവനാണെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചതിന് ശേഷം എല്ലാവരും എന്റെ ഭർത്താവിനെ ഒരുത്തിനും കുറ്റം പറയാൻ പാടില്ല, അതിനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാനാണ് അയാളുടെ കൂടെ ജീവിച്ചത്, നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാൻ എന്റെ അഭിപ്രായം പറയുന്നത്, ഈ യൂട്യൂബിൽ കൂടെ കിട്ടുന്ന കാശ് നശിച്ച കാശ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് സിലൂട്ട് ടോക്സ് മനസ്സിലാക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങൾ എടുത്തിടുമ്പോഴത്തേനും കാണുന്നവര് ചിലപ്പോൾ പരിഹസിക്കും, ചിലപ്പോൾ സഹതപിക്കും, ചിലപ്പോൾ സന്തോഷിക്കും, പലതും ഉണ്ടാവും. അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് സിലു ഭർത്താവിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എടുക്കാം. ഇത് ആക്ച്വലി 2 മാസം മുമ്പ് മുതലേ പുള്ളിക്കാരി ഈ സാധനങ്ങൾ ഇട്ടിട്ട് വരുന്നുണ്ട്. ഈ ഭർത്താവുമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങൾ 2 മാസം മുമ്പ് തൊട്ടേ ഇട്ട് വരുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് വീണ്ടും ഗഫൂറക്കലേക്ക് തിരിച്ചു പോകണം. ഇല്ലാത്ത പെണ്ണുങ്ങള് ഇതാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ 2 ആഴ്ച മുമ്പ് ഇട്ടാണ് പുള്ളിക്കാരി ഞാൻ ഡിവോഴ്സ്ഡ് ആണെന്ന് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ഇട്ട സാധനമാണ്. സന്തോഷമില്ലാത്ത പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ കയ്യിൽ മൈലാഞ്ചി ഇടാൻ പാടില്ല എന്ന് എവിടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമം എഴുതിയിട്ടുള്ളത്? എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. അതായത് സന്തോഷമില്ലാത്ത പെണ്ണുങ്ങള്, ഡിവോഴ്സ്ഡ് ആയ പെണ്ണുങ്ങള് മൈലാഞ്ചി ഇടാൻ പാടില്ലെന്ന് എവിടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? അപ്പോ ഒന്നുകിൽ എനിക്ക് സന്തോഷമില്ല, അല്ലെങ്കിൽ ഞാൻ ഡൈവോഴ്സ്ഡ് ആണ്, ഇത് നാട്ടുകാരെ അറിയിക്കണം. അതിന് വേണ്ടി ചെയ്തൊരു സാധനമാണിത്. ഇത് കേട്ടിട്ട് നാട്ടുകാര് നിനക്ക് സന്തോഷമില്ലേ, അല്ലെങ്കിൽ നീ ഡൈവോഴ്സ് ആയോ എന്ന് ചോദിക്കാൻ പാടില്ല. അതെന്റെ പേഴ്സണൽ വിഷയത്തിലേക്ക് നിങ്ങൾ കൈ കിടത്തുന്നല്ലേ. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കണം. കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചാലും അപ്പുറമൊക്കെ പോയി പറയും. ഇപ്പൊ നമ്മളായിട്ട് ഒരു സാധനം, എടാ ഇന്ന് ഈ ഹുക്കെ കയറി പിടിച്ചോ, ഇത് പിടിച്ച് കയറി കിട്ടുവാന്ന് പറഞ്ഞിട്ട് അത് പിടിക്കുന്നുണ്ടാ, ഞാൻ ഇട്ടൊന്ന് ഹുക്കെ പിടിക്കുന്നതാ എന്ന് ചോദിക്കുന്ന ഒരു സാധനമാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. ഇനി പുള്ളിക്കാരി ഇട്ട് കൊടുത്ത് മറ്റൊരു ഹിന്റ് നമുക്ക് കാണാം. നുള്ള വീടാക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക എന്നുള്ള ആ ഒരു കടമ ഒരിക്കലും ഒരു പെണ്ണിന്റെ ബാധ്യത അല്ല. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, വേണമെങ്കിൽ എഴുതി വെച്ചോ, എവിടെന്റെ ബാധ്യത അല്ല. പുള്ളിക്കാരി പറയുന്നത് നമ്മൾ ആദ്യം കേട്ട പോലെ തന്നെ പാർക്കാനുള്ള വീട് ഉണ്ടാക്കുക എന്നുള്ളത് ഭാര്യയുടെ കടമയല്ല. നോട്ട് ചെയ്ത് വെച്ചോ, എഴുതി വെച്ചോ. ഇത് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സാധനം ഭാര്യമാര് വീട് വെക്കാൻ പാടില്ല, ഭാര്യമാര് സമ്പാദിക്കാൻ പാടില്ല എന്നൊക്കെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ടായിരുന്നു. നമ്മൾ മുമ്പേ മൈലാഞ്ചിയുടെ കേസ് ഭരണഘടന വെച്ചിട്ടല്ലേ പറഞ്ഞേ. അപ്പൊ ഇതും ഭരണഘടനയൊന്നുമില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. ഭർത്താവിനെക്കാട്ടിലും കാശുണ്ട്, വീട് വെക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട്, ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക. ഇല്ല എനിക്ക് അതിനുള്ള പ്രാപ്തി ഇല്ല, ഭർത്താവ് വെക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ അവരുടെ പേഴ്സണൽ ഡിസിഷൻ ആണ്. അപ്പോ മറ്റത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണം. ഏതാ? മൈലാഞ്ചി ഇടണമെങ്കിൽ ഭർത്താവുമായിട്ട് സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. ഇത് ഭരണഘടനയിൽ എവിടെയാ ഉള്ളത്? അതുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. നമുക്ക് ബാക്കിയൊക്കെ കഴിഞ്ഞു ഭയങ്കര സാധനങ്ങൾ പറയുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, വേണമെങ്കിൽ എഴുതി വെച്ചോ എവിടെയെങ്കിലും. എന്നിട്ട് ഏത് ഉസ്താദന്മാരാണെങ്കിലും ഏത് വലിയ മഹാന്മാരോടാണെങ്കിലും പോയി ചോദിക്കും. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ അവൾക്ക് സിലൂട്ട് ടോക്സ് എന്ന മഹാനോട് ചോദിച്ചാൽ മതി. കല്യാണം കഴിച്ച് പോകുമ്പോഴത്തേനും ഭാര്യയ്ക്ക് വീട് വെക്കാൻ പറ്റുമോ? പറ്റില്ല. ആ മഹാൻ സിലു മഹാൻ പറഞ്ഞു, മഹതി പറഞ്ഞു, ഇനി പറ്റത്തില്ല. ആ സെറ്റപ്പ് അവൻ തോന്നാട്ടോ. ഇരിക്കാനുള്ള വീടാക്കി കൊടുക്കേണ്ടത് ഭാര്യയുടെ സ്വർണം കണ്ടോണ്ടോ എന്നുള്ളത്. ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് വിഷമിക്കുമ്പോൾ നമ്മൾ സഹായിക്കണം, എല്ലാം ശരി തന്നെയാണ്. ഭർത്താവ് എന്തിനാണ് ഭാര്യയുടെ സ്വർണം കണ്ടിട്ട് വിഷമിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അവർക്ക് കൈയും കാലും കൊടുത്തിട്ടില്ല പഠിച്ചവന്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ സഹായിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ സഹായിക്കാം. സൗകര്യം ഇല്ലെങ്കിൽ സഹായിക്കണ്ട. അയാള് കാല വരിയോ കൂത്തിക്കരണം അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. നമ്മള് സ്വർണം എടുത്ത് കൊടുത്ത് സഹായിച്ചതിന് ശേഷം നിനക്ക് ഞാൻ സ്വർണം തന്നില്ലോടാ, എന്റെ ബപ്പനും ഉമ്മയും തന്നത് നിനക്ക് കൊണ്ട് വെക്കാനോടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നിലപാടില്ലായ്മയായിട്ട്, അല്ലെങ്കിൽ അതിന് വളരെ മ്ലേച്ഛകരമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ സ്വർണം കൊടുക്കാതിരിക്കുക. കൊടുത്തതിന് ശേഷം ഇങ്ങനെ പറയുന്ന കഥയില്ല. അയാളുടെ ദാരിദ്ര്യം കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ആ സാധനം കൊടുത്തത്. എങ്കിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു. കൊടുത്ത് അത് നഷ്ടപ്പെട്ടു പോയി. ശരി, നഷ്ടപ്പെടുത്തിയ തെറ്റാണ്, ഭർത്താവ് ചെയ്തത് തെറ്റാണത്. അയാൾ അത് കറക്റ്റ് ആയിട്ട് വീണ്ടും എടുത്ത് കൊടുക്കണോ, നഷ്ടപ്പെട്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല കേട്ടോ. അത് പറയുന്നില്ലല്ലോ. ഇനിയും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് പറയാത്ത എന്റെ പട്ടറിക്കോട്ട് കയറുന്നില്ല, ഞാൻ ഉണ്ടായിരിക്കുന്നില്ലേ. നമുക്ക് ബാക്കിയൊക്കെ സ്വർണ്ണ കേസ് ബാക്കിയേക്കാം. അപ്പൊ സ്വർണ്ണമാണല്ലോ എല്ലായിടത്തും ചർച്ച. ഉള്ള ജോലി ചെയ്ത് ജീവിക്കണം.
ഭാര്യ എന്താ ചെയ്യേണ്ടത്? ആ സ്വർണം കെട്ടിപ്പിടിച്ചിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാം. കയ്യിലിരുന്ന് കഴിഞ്ഞാൽ മൂല്യം കുറേശ്ശെ ആയിട്ട് കൂടുമായിരിക്കും, പക്ഷെ ഡെയിലി നിങ്ങൾക്ക് ചിലവിനൊന്നും ആ ഗോൾഡിൽ നിന്നൊന്നും കിട്ടൂല. വിൽക്കാനുള്ള വീടാക്കുക. അല്ലെങ്കിൽ മരുമോനക്കും നിങ്ങളുടെ വാപ്പാക്കും എന്താ ബന്ധം? സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊടുത്തോളം ബന്ധമുള്ളൂ. അവൻ എൻ്റെ മോളെ നാളെ നല്ല രീതിയിൽ വെച്ച് നോക്കും, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, അവളിൽ ജനിക്കാൻ പോകുന്ന മക്കളെ അത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഈ മക്കളെ കൊടുക്കുന്നത് പോലും. ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, ഈ പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇതേപോലെ എക്സ്പെക്ടേഷൻ പുരുഷന്റെ വീട്ടിൽ കാണത്തില്ലേ? അവന്റെ ഭാര്യ ജീവിതകാലം മൊത്തം അവന്റെ കൂടെ നിൽക്കും, അവരൊന്നിച്ച് മുന്നോട്ട് പോവും, അവന്റെ കഷ്ടതകളിലെല്ലാം അവള് കൂടെ നിൽക്കും, അവരുടെ കൊച്ചിനെ അവര് നോക്കി വളർത്തും, അവൾ ഈ കുടുംബത്തിന് വേണ്ടി കൂടെ പ്രയത്നിക്കും എന്നൊക്കെ ഉള്ള ചിന്ത ഈ ഭർത്താവിന്റെ വീട്ടുകാർ കാണത്തില്ല. അത് പറ്റത്തില്ല. ഭാര്യയുടെ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ വീട്ടുകാരുടെ ഇത് മാത്രം സംസാരിക്കാൻ ഇവിടെ ആളല്ലോ. പുരുഷൻ ഇവിടെ ആർക്കും വേണ്ടാതെ നടക്കുന്ന ടീംസ് ആണല്ലോ. ഇത് മെയിൻ പോയിന്റ് എന്താ പറയുക? മെയിൻ പോയിന്റ് അത് വിട്ടിട്ട് ഇവരുടെ പൈസ കൊണ്ട് തന്നെ ഇവർ കുറേ കാലം തിന്നാൻ കൊടുക്കത്ര, എന്നിട്ട് അതിന് കണക്ക് പറയത്ര, എന്നിട്ട് അതിന് നിങ്ങൾ മോങ്ങിയിട്ടിരിക്കാനും പെണ്ണുങ്ങൾ, ഞാൻ ഉൾപ്പെടെ ആ ടൈപ്പ്. സ്വർണ്ണമെല്ലാം പുരുഷനെടുത്ത് കൊടുത്തിട്ട് ഇവന്മാരിതെല്ലാം വിറ്റ് തുളച്ചിട്ട് അതിനുശേഷം വരുമ്പോഴത്തേനും കരഞ്ഞുകൊണ്ടിരിക്കുമത്രേ സ്ത്രീകൾ, ഞാൻ ഉൾപ്പെടെ. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ സ്വർണവും നിങ്ങളുടെ ഭർത്താവ് കൊണ്ട് മുടിച്ചു എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ആശയം തന്നെയല്ലേ ഇതിനകത്ത് പങ്കിട്ടത്. ഇത് 2 മാസം മുമ്പിട്ട വീഡിയോ ആണ്. എന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് 2 മാസം 2 ആഴ്ച അങ്ങനെ മുമ്പിട്ട വീഡിയോ, ഒത്തിരി മുമ്പ് ഈ സാധനം എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പിട്ട വീഡിയോ ആണ്. എന്നിട്ട് വന്നിരുന്ന് ഞാനും എന്റെ ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നത് എനിക്ക് പറയാൻ താല്പര്യമില്ല, നിങ്ങൾ എന്തിനാണ് എന്റെ ജീവിതത്തിൽ കൈ കടത്തുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓൾക്കാണ് മൂടാണെന്ന് പറഞ്ഞ് യാതൊരു കാര്യമില്ല. നിങ്ങളായിട്ട് തന്നെയാണ് ഇതിലെ ഹിന്റ് ഇട്ട് കൊടുത്തിട്ട് ആ ഹിന്റ് നാട്ടുകാർ മനസ്സിലാക്കാൻ പാടില്ലെന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് മാത്രമേ ബുദ്ധി ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന സാധനമാണ്. നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളെക്കാട്ടിലും ബുദ്ധി വിവരമുള്ളവരുണ്ടാവും. ഇനി നമുക്ക് വീണ്ടും ഗഫൂർ ഖദോസ്തിലേക്ക് വരാം. ഇവരുടെ ഭർത്താവ് വീണ്ടും വന്നിട്ട് ചില കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. ആ പറയാതെ പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതിന്റെ ഓപ്പറേറ്റിംഗ് ആണെന്നല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശം ഇല്ലാതായി പോയി. അപ്പോൾ ഈ പുള്ളിക്കാരന്റെ ഇവരെ രണ്ടുപേരെയും വീഡിയോയിൽ വെച്ച് കണ്ട് മനസ്സിലാക്കുന്ന ഒരു അറിവ് പ്രകാരം ഇയാളൊരു പാവം മനുഷ്യനും അവര് ഫെമിനിസം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കുള്ള യാഥാർത്ഥ്യം ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നല്ല നിങ്ങൾ പയറ്റി തീർക്കേണ്ടത്. കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ആരുമില്ല, എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പറയുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അഭിപ്രായം പറയും. നമ്മൾ സോഷ്യൽ മീഡിയ വന്നിരുന്ന് വിളമ്പിയതിനു ശേഷം നാട്ടുകാർ ഒരു അഭിപ്രായം പറയില്ലെന്ന് പറഞ്ഞാൽ അതൊരു മ്ലേച്ഛകരമായ സാധനമല്ലേ? ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാമെന്നുണ്ട്. ഒരു ചാരിറ്റിയൊക്കെ പോകണ ഉള്ളവരെ കുറേ ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പുള്ളിക്കാരൻ തീരുമാനിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഇത് വളരെ മെച്യൂർഡ് ആയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തത്. കാരണം ഭാര്യയെക്കുറിച്ച് കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല, ഭാര്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞില്ല. സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനെ ഇത്രയും വന്ന് അവഹേളിച്ചിട്ടും അവരെ കുറിച്ച് അയ്യേ എന്നൊരു സാധനം പോലും പുള്ളി പറഞ്ഞില്ല. വളരെ മാന്യമായിട്ട് ആളിട്ടു. അപ്പോ അവർക്കെതിരെയുള്ള എതിർപ്പാണ് ഇവിടെ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ 2.5 ലക്ഷത്തിന് പുറത്ത് വ്യൂസും 14,000 സബ്സ്ക്രൈബറും. അത് സിലു ടോക്സ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഹേറ്റേഴ്സ് ആവാൻ വഴിയില്ല. ഇദ്ദേഹം എന്താ പറയുന്നത് കേൾക്കാനുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ പറയുന്ന ശുദ്ധ ബ്ലണ്ടേഴ്സ് ആണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാട്ടുകാർ കുറ്റം പറയില്ല അല്ലെങ്കിൽ അഭിപ്രായം പറയില്ല എന്ന് പറഞ്ഞാൽ അത് എന്തൊരു ശാസ്ത്രമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒത്തിരി എണ്ണം, ഒത്തിരി എണ്ണം. ഞാൻ ഭയങ്കര കിടിലുമാണ്, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ പറയും നീയൊക്കെ മിണ്ടാതിരുന്ന് അങ്ങോട്ട് കേട്ടോണം, ഞാൻ തരും നീയൊക്കെ അങ്ങോട്ട് വിളമ്പി തിന്നോണം, ഈ ഒരു സെറ്റപ്പിൽ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ അഹങ്കാരം നിങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തു. മറ്റൊരു